ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു സെക്ഷനിലോട്ട് പോവുകയാണ്. ടാക്സോണമിക് കാറ്റഗറീസ് ആണ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. സോ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ എടുത്ത ടോപ്പിക്സ് നമ്മൾ പ്രീവിയസ് വീഡിയോസ് ആയി കൊടുത്തിട്ടുണ്ട്. അത് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. ആൻഡ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും അറിയിക്കുക. ഇത് ടോട്ടലി നീറ്റ് ബേസ്ഡ് ആണെങ്കിൽ പോലും +1 +2 കുട്ടികൾക്ക് ഒരു ബേസ് ഉണ്ടാക്കാൻ പോലും നമ്മളെ വീഡിയോസ് ഉപകരിക്കുന്നതാണ്. പിന്നെ നീറ്റ് ബേസ്ഡ് ഇപ്പൊ കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളാണെങ്കിലോ കോച്ചിങ്ങിന് പോവാത്ത കുട്ടികളാണെങ്കിലോ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഭയങ്കര ഒരു ഉപയോഗത്തിൽ പെടുത്താവുന്നതാണ്. ഇനി അടുത്തുള്ള വീഡിയോകളിലായി നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ടാക്സോണമിക് കാറ്റഗറീസ് ആണ് അല്ലെ. സോ ടാക്സോണമിക് കാറ്റഗറീസും നമ്മളെ നീറ്റില് വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷനാണ്. സോ നമുക്ക് വായിക്കാം. ക്ലാസിഫിക്കേഷൻ ഈസ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ബട്ട് ഇറ്റ് ഇൻവോൾവ്സ് hierarchy of steps in which each step represent a rank or category. So classification എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ഒന്നല്ല. ഇറ്റ് ഇൻവോൾവ് എ ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ്. ഒരുപാട് സ്റ്റെപ്സ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇൻ വിച്ച് ഈച്ച് സ്റ്റെപ്പ് ഈസ് റെപ്രസെന്റ് എ റാങ്ക് ഓർ കാറ്റഗറി. നമ്മൾ ആ കാറ്റഗറീസ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതിൽ ഓരോ സ്റ്റെപ്സിനെയും നമ്മൾ ഒരു റാങ്ക് ഓർ കാറ്റഗറി എന്ന് പറയുന്നു. Since the category is a part of overall taxonomic arrangement, ഈ ടാക്സോണമിക് അറേഞ്ച്മെന്റിന്റെ ഒരു പാർട്ടാണ് ഓരോ ടാക്സുകൾ അല്ലെങ്കിൽ ഓരോ റാങ്ക് ഓർ കാറ്റഗറീസ്. ദാറ്റ് ഇസ് കോൾഡ് ടാക്സോണമിക് കാറ്റഗറി. ആൻഡ് ഓൾ കാറ്റഗറീസ് ടുഗദർ കൺസ്റ്റിറ്റ്യൂട്ട് ദ ടാക്സോണമിക് ഹൈറാർക്കി. ടാക്സോണമിക് കാറ്റഗറികളെല്ലാം ചേർന്നിട്ടുള്ളതിനെ ടാക്സോണമിക് ഹൈറാർക്കി എന്നും പറയുന്നുണ്ട്. Each category referred to as a unit of classification. ഓരോ കാറ്റഗറിയും എന്താണ്? യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. In fact, it represents a rank and commonly termed as taxon in plural. Plural is taxa. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സിംഗുലർ ആയി പറയുമ്പോൾ ഇതിനെ ടാക്സോൺ എന്ന് പറയാറ്. ഇതൊക്കെ ഒരു പ്ലൂറൽ ആയിട്ട് എന്ത് പറയുന്നു എന്നൊക്കെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് ശ്രദ്ധിക്കുക. ഓരോ റാങ്ക്സിനെ അല്ലെങ്കിൽ ഓരോ കാറ്റഗറികളും ടാക്സോണമിക് കാറ്റഗറീസ് അല്ലെങ്കിൽ നമ്മുടെ ടാക്സോണകളാണ്. അത് അതിന്റെ പ്ലൂറലിന് ടാക്സ എന്ന് പറയുന്നു. അപ്പൊ അത്രയും പോർഷൻ ഓക്കെയാണ്. Taxonomic categories and the hierarchy can be illustrated by an example of insect. It represents a group of organisms sharing common features like 3 pairs of jointed legs. അതായത് നമ്മളിപ്പോ ഇൻസെക്ട്സിന്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കതിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, ആർത്രോപോഡയിലാണ് അത് വരുന്നത്. അതിൽ നിങ്ങൾക്ക് അറിയാമോ പെയർ ഓഫ് 3 pair of jointed legs വരുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇറ്റ് മീൻ ഇൻസെക്ട് are recognizable concrete object which can be classified and thus were given a rank or category. അതിൽ ഇൻസെക്ട് എന്ന് പറയുന്ന ഒരു റാങ്ക് ഓർ കാറ്റഗറി നമുക്ക് കൺസിഡർ ചെയ്യാം. Can you name the other such groups of organism? Remember, the groups is represents a category. ഇതൊക്കെ ഒരു കാറ്റഗറികളാണെന്ന് പറയുകയാണ് കേട്ടോ. അതില് കാറ്റഗറി ഫർദർ ഡിനോട്ട്സ് റാങ്ക്. ഈച്ച് റാങ്ക് ഓർ ടാക്സോൺ ഇൻ ഫാക്ട് is represent a unit of classification. ഇപ്പൊ ഒരു യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വരികളൊക്കെ. ആൻഡ് ദീസ് ടാക്സോണമിക് ഗ്രൂപ്സ് ഓർ കാറ്റഗറീസ് ആർ ഡിസ്റ്റിങ് ബയോളജിക്കൽ എൻറ്റൈറ്റീസ് ആൻഡ് നോട്ട് മിയർലി മോർഫോളജിക്കൽ അഗ്രിഗേറ്റ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് പാരഗ്രാഫ്. Taxonomical studies of all known organisms have led to the development of common categories such as kingdom, phylum or division. ഡിവിഷൻസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിലാണ്, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഫൈലം എന്ന് പറയുന്നത് അനിമൽസിലാണ്. ഓക്കെ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷ്യസ്. ഓൾ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് ദോസ് ഇൻ പ്ലാന്റ് ആൻഡ് അനിമൽ കിങ്ഡംസ് ഹാവ് സ്പീഷ്യസ് ആസ് ദ ലോവസ്റ്റ് കാറ്റഗറി. ഇതിൽ ലോവസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്പീഷ്യസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. നൗ ദ ക്വസ്റ്റ്യൻ you may ask is how to place an organism in various category. ഇനി ഓരോന്ന് എങ്ങനെ ഓരോ കാറ്റഗറീസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാം. The basic requirement is the knowledge of characters of an individual or group of organism. This help in identifying the similarities and dissimilarities among individuals of the
same kind of organism as well as the other kind of organisms. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ പറയുന്നത് വെച്ചാല് ഓരോ കാറ്റഗറികളും ആസ് എ പാർട്ട് ഓഫ് ഓവറോൾ ടാക്സോണമിക് അറേഞ്ച്മെന്റിന്റെ പാർട്ടാണ് എല്ലാം. അത് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയാറുണ്ട്. ടാക്സോണമിക് കാറ്റഗറീസ് ചേർന്നിട്ട് ടാക്സോണമിക് ഹൈറാർക്കീസ് ഫോം ചെയ്യുന്നു. അതിൽ ഓരോ ഈച്ച് യൂണിറ്റ് ടാക്സോണമിക് കാറ്റഗറി നമ്മൾ ടാക്സോൺ എന്ന് പറയും. പ്ലൂറൽ ടാക്സ എന്നുള്ള കാര്യം മനസ്സിലാക്കി. ടാക്സോണമിക് കാറ്റഗറീസ് ഷോ എ ഹൈറാർക്കിൽ അറേഞ്ച്മെന്റ് എന്ന് പറയാറുണ്ട്. അതിപ്പോ ഞാൻ പറയും, ഒരു അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഷ്യസ്, ജീനസ്, ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറിയാണ് സ്പീഷ്യസ്. സ്പീഷ്യസുകളൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ജീനസ് ആവുന്നു. ജീനസ് ചേർന്നിട്ട് ഫാമിലീസും, ഫാമിലികൾ കൂടിയിട്ട് ഓർഡറുകളും, ഓർഡറുകൾ ചേർന്നിട്ട് ക്ലാസസും, ദെൻ ക്ലാസസ് കമ്പൈൻ ചെയ്തിട്ട് അതിപ്പോ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ ഡിവിഷൻ എന്നും, ആനിമൽസിന്റെ കേസിലാണെങ്കിൽ ഫൈലുമായി മാറുന്നു. അത് ഫൈനലി ഈ ഫൈലംസ് കമ്പൈൻ ചെയ്തിട്ട് ആനിമൽ കിങ്ഡവും ആൻഡ് ഡിവിഷൻസ് കമ്പൈൻ ചെയ്തിട്ട് പ്ലാന്റ് കിങ്ഡവും ആയി മാറുന്നു. അതാണ് ശരിക്കും ഒരു വരച്ച ഒരു ടാക്സോണമിക്കൽ ഹൈറാർക്കി എന്ന് പറയുന്ന കേസ്. ഓക്കെ, അപ്പോ സോ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അസെൻഡിങ് ഓർഡറിനൊക്കെ വേണ്ടിയിട്ട് വല്ല കോഡ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ വരുമ്പോൾ ഇങ്ങനെയാണ്, ഡിസെൻഡിങ് ഓർഡറിൽ വരുമ്പോൾ ഇങ്ങനെയാന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഡ്സ് ഒക്കെ എടുക്കുന്നത്. നമ്മൾ ഒരു അസെൻഡിങ് ഓർഡറിന് നമ്മൾ കൊടുക്കുന്ന ഒരു കോഡ് ST ഫോക്ക് PK എന്നായിരുന്നു കൊടുത്തത്. ഒന്നുമില്ല, എല്ലാതിന്റെയും ഫസ്റ്റ് ലെറ്റർ കൊടുത്തിട്ട്, അതായത് ആദ്യം സ്പീഷ്യസ്, പിന്നെ ജീനസ്, പിന്നെ ഫാമിലി, പിന്നെ ഓർഡർ, ദെൻ ക്ലാസ്സിലെ C, അതാണ് ഫോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫൈലം ആൻഡ് കിങ്ഡം PK. അങ്ങനെ ഒരു കോഡായിരുന്നു ഞാനൊക്കെ കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊരു കുറച്ച് സിംപ്ലിഫൈഡ് ആക്കുന്നു നമ്മളെ സ്റ്റഡീനെ. ഓക്കെ, സോ നമുക്ക് ഇനി സ്പീഷ്യസിലേക്ക് എൻട്രി ചെയ്യാം. സ്പീഷ്യസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, സ്പീഷ്യസിലോട്ട് കയറാം അല്ലെ. പിന്നെ സ്പീഷ്യസിൽ നമ്മൾ പഠിക്കുന്ന എങ്ങനെയാണെങ്കിൽ, ടാക്സോണമിക് സ്റ്റഡീസ് കൺസിഡർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം വിത്ത് ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ് ആസ് സ്പീഷ്യസ്. One should be able to distinguish one species from other species, closely related species based on distinct morphological differences. അതായത് പറയാന്ന് വെച്ചാൽ ടാക്സോണമിക് സ്റ്റഡീസ് കൺസിഡർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം വിത്ത് ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ് ആസ് സ്പീഷ്യസ്. അതായത് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള എന്നെ നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം വിത്ത് ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പീഷ്യസ് എന്ന് പറയുന്നത്. വൺ ഷുഡ് ഏബിൾ ടു ഡിസ്റ്റിംഗ്വിഷ് വൺ സ്പീഷ്യസ് ഫ്രം അതർ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷ്യസ് ബേസ്ഡ് ഓൺ ഡിസ്റ്റിങ് മോർഫോളജിക്കൽ ഡിഫറൻസസ്. ആ മോർഫോളജിക്കൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിഫറൻസിന്റെ മോർഫോളജിക്കലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് നമുക്കതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ആ മോർഫോളജിക്കൽ ഡിഫറൻസിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലെറ്റ് us കൺസിഡർ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. മാഞ്ചിഫറ ഇൻഡിക്ക, മാംഗോ ആണല്ലോ. ദെൻ സൊളാനം ട്യൂബറോസം, പൊട്ടാറ്റോ ആണ്, സൊളാനേസിയ ഫാമിലിയിൽ വരുന്നതാണ്. പാന്തിറോ ലിയോ ഇസ് ലയൺ ആണ്. All the three names indica, tuberosum and leo that represent specific epithet നെ പറയാറുണ്ടല്ലോ. ആദ്യം ജനറിക് നെയിമും രണ്ടാമത് വരുന്ന സ്പെസിഫിക് എപ്പിത്തറ്റും ആണ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെയാണ് അതിലെ സ്പെസിഫിക് എപ്പിത്തറ്റ് വരുന്നത്. While the first word Mangifera, Solanum and Panthera are genera and represent another higher level of taxon or category. അതായത് ഏറ്റവും ലോവസ്റ്റ് ലെവൽ സ്പീഷ്യസ് ആണ്. ആ സ്പീഷ്യസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്താവുന്നത്, ജീനസ് ആവണം. അതായത് തൊട്ടടുത്ത ഹയർ ലെവൽ ആണ് which one, that genus. Each genus may have one or more than one specific epithet is representing different organism but having morphological similarities. For example, Panthera has another specific epithet is tigris, and Solanum includes species like Nigrum and Melongina. Human being belongs to the species Sapiens, which grouped in genus Homo. The scientific name thus for human being is written Homo sapiens. അതായത് അതിൽ പറയുന്നത് വെച്ചാൽ മാഞ്ചിഫറ ഇൻഡിക്ക അതില് മാഞ്ചിഫറ എന്ന് പറയുന്ന ജീനസും ഇൻഡിക്ക എന്ന് പറയുന്ന സ്പെസിഫിക് എപ്പിത്തറ്റും ആണ്. സൊളാനം ട്യൂബറോസം എന്ന് പറയുന്നത്, ട്യൂബറോസം ഈസ് അതിന്റെ എന്താണ്, അതിന്റെ സ്പീഷ്യസ് നെയിം ആണ്. സൊളാനം എന്ന് പറയുന്നത് ജീനസ് നെയിം ആണ് അല്ലെ.
ആൻഡ് പാന്തിറോ ലിയോയിൽ പറയുമ്പോൾ ലിയോ എന്ന് പറയുന്നതിന്റെ സ്പെസിഫിക് എപ്പിതെറ്റ് ആണ്, ആൻഡ് പാന്തിറോ എന്ന് പറയുന്നത് ജീനസ് നെയിം ആണ്. അത് ഓരോ ജീനസിനും മോർ ദാൻ കുറെ സ്പെസിഫിക് എപ്പിതെറ്റ് വരാം എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ അവർ പറയുന്നത്. ഇപ്പൊ പാന്തിറ ലിയോയിൽ പാന്തിറയ്ക്ക് ലിയോ മാത്രമല്ല ടൈഗ്രിസ് എന്ന് പറയുന്ന ടൈഗറിലെ കേസിൽ അങ്ങനെ വരാറുണ്ട്. സൊളാനം ട്യൂബറോസ് എന്ന് പറഞ്ഞ പൊട്ടാറ്റോയില് അതില് സൊളാനത്തിന് വേറെ സ്പെസിഫിക് എപ്പിതെറ്റ്സ് ആയിട്ടുള്ള നൈഗ്ര വരാറുണ്ട്. അതായത് നമ്മൾ ചുണ്ട എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ നൈഗ്ര വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മെലോൺചീന എന്ന് പറഞ്ഞ നമ്മുടെ എഗ് പ്ലാന്റ് വഴുതന, അതിലൊക്കെ ആ ഒരു ടൈപ്സിൽ നമുക്ക് ഒരുപാട് ഇപ്പോ സെയിം ജീനസിന് തന്നെ പല സ്പീഷ്യസ് നെയിംസുകൾ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ ഹ്യൂമന്റെ സയന്റിഫിക് നെയിം ഹോമോ സാപ്പിയൻസ് ആണ്. അതിൽ ആ സാപ്പിയൻസ് എന്നുള്ളതാണ് അതില് നമ്മൾ എന്ത് വരുന്നത് സ്പീഷ്യസ് നെയിം ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യമാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ആ മോർഫോളജിക്കൽ ഡിഫറൻസസിന്റെ ബേസിൽ നമുക്ക് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് അവിടെ പറയുന്നത് അല്ലെ. കറന്റ്ലി അക്സെപ്റ്റഡ് ഡെഫിനേഷൻ ഓഫ് സ്പീഷ്യസ് ആര് കണ്ടുപിടിച്ചു? നമ്മൾ ഫസ്റ്റ് പഠിച്ച അദ്ദേഹമായിരുന്നു. നമ്മുടെ സയന്റിസ്റ്റിനെ കുറിച്ച് നമ്മൾ ആ സെക്ഷനിൽ പഠിച്ചായിരുന്നില്ലേ. അപ്പൊ അദ്ദേഹം ഏണസ്റ്റ് മേയർ ആയിരുന്നു സ്പീഷ്യസിന്റെ കറന്റ്ലി അക്സെപ്റ്റഡ് ഡെഫിനിഷൻ കണ്ടുപിടിച്ചതെന്നും കൂടി മനസ്സിലാക്കുക. ഓക്കെ, സോ ഷെൽ വി മൂവ് ടു നെക്സ്റ്റ് സെക്ഷൻ. ജീനസ് ആണ്. ജീനസ് കംപ്രൈസസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷ്യസ് which has more characters in common in comparison to species. കുറച്ചുകൂടി more characters in common as comparison to species of other genera. Okay. അതായത് പറയുന്നത് വെച്ചാല് ജീനസ് ഇറ്റ് കംപ്രൈസസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷ്യസ്. റിലേഷനിലുള്ള, അതായത് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷ്യസുകൾ ചേർന്നിട്ടുള്ളതാണ് ഇത് ജീനസ്, വിച്ച് ഹാസ് മോർ കോമൺ ക്യാരക്ടേഴ്സ്. അങ്ങനെയാണ് അത് മനസ്സിലായത്. അതായത് ഒരു അഗ്രിഗേറ്റഡ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷ്യസിന്റെ ഒരു അഗ്രിഗേഷനൊക്കെ നമുക്ക് ജീനസ് എന്ന് പറയാറുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ, അവിടെ മോർ കോമൺ ക്യാരക്ടേഴ്സ് കൂടിയാണെന്നുള്ള കാര്യം മറക്കണ്ട. For example, we can say that genera is aggregate closely related species. Closely related species ഏതിലാണ് ചേർന്നത്? ജീനസിലാണ് genera. Okay. For example, potato and brinjal are two different species, but both belongs to genus Solanum. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. Lion, that means Panthera leo, and leopard, Panthera pardus, and tiger is Panthera tigris, with several common features. Common features ഒരുപാടുണ്ട്. Are all species of genus Panthera. The genus differs from another genus, Felis. അതായത് കാറ്റ്സ് വരുന്ന ഫെലിസ് ഡൊമസ്റ്റിക്കസിലെ ഈ ഫെലിസ് എന്നുള്ളതാണ് അതിന്റെ എന്ത് വരുന്നത് ജീനസ്. അത് പാന്തിറയും ഈ ഫെലിസും ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളോട് പറയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ പറയാ, ഫെലിസ് കാക്ടസിൽ വരുമ്പോ സോറി ഞാൻ പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഫെലിസ് കാക്ടസ് ആണ് കാറ്റിന്റെ സയന്റിഫിക് നെയിം വരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നമ്മൾ തേർഡ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തേർഡ് സെക്ഷനിലേക്ക് പോവുകയാണ്. ദാറ്റ് മീൻസ് ഫാമിലി. ദ നെക്സ്റ്റ് കാറ്റഗറി ഫാമിലി ഹാസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ. എളുപ്പമാണല്ലോ, അതായത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ജനറകൾ ജീനസ് ചേർന്നിട്ടാണ് ഫാമിലി ഉണ്ടാവുന്നത്. വിത്ത് സ്റ്റിൽ ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റി ആസ് കമ്പയർഡ് ടു ജീനസ് ആൻഡ് സ്പീഷ്യസ്. പക്ഷെ സിമിലാരിറ്റി കുറയാണ്. ഇങ്ങനെ ഹയർ ഓർഡേഴ്സിലേക്ക് നമ്മൾ അതായത് ഹയർ കാറ്റഗറീസിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ കോമൺ സിമിലാരിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ജീനസ് സ്പീഷ്യസും തമ്മിലുള്ള അത്രയും സിമിലാരിറ്റി ഫാമിലിയിൽ ഉണ്ടാവില്ല. ഓക്കെ, then families are characterized on the basis of both vegetative and reproductive features of plant species. അത് ഇവിടെ പറയുന്നത് ശരിക്കും അവിടെ വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സിന്റെ ബേസിലാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. among plants, for example, 3 different genera, Solanum and Petunia and Datura, ആ ഒരു 3 ജീനസുകൾ എടുത്തിട്ടുണ്ട്. ആർ പ്ലേസ്ഡ് ഇൻ ഫാമിലി സൊളാനേസി. അത് ഇതിലാണ് സൊളാനേസി എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് വരുന്നത്. among the animals, for example, അനിമൽസിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക്, അതായത് ഇപ്പൊ നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട കേസ് എന്താ വെച്ചാൽ സൊളാനവും പെറ്റൂണിയയും ഡെറ്റൂറ ഇത്രയും ജീനസുകൾ കമ്മിങ് അണ്ടർ വിച്ച് ഫാമിലി? സൊളാനേസി എന്നുള്ള ഫാമിലിയിലാണ് വരുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. ആൻഡ് among the animals, for example, ജീനസ് വരുന്ന പാൻതീറ ഈസ് കംപ്രൈസിംഗ് ലിയൺ, ടൈഗർ ആൻഡ് പാൻതീറ പർഡസ് വരുന്ന ലെപ്പേർഡ് ഈസ് പുട്ട് അലോങ് വിത്ത് ജീനസ് ഫെലിസ് ഇൻ ദ ഫാമിലി ഫെലിഡെ. ഇതെല്ലാം വരുന്ന ഫെലിഡയിലാണ്. സിമിലർലി
If you observe the features of cat and dog, you will find some similarity and some differences as well. And they are separated in two different families, Felidae and Canidae. മനസ്സിലായോ? അതായത് ഡിഫറൻസ് നിങ്ങൾക്ക് ഫെലിഡേ എന്നുള്ള ഫാമിലിയും അതുപോലെ തന്നെ കാനിഡേ എന്നുള്ള ഫാമിലിയും തമ്മിൽ കണ്ടുപിടിക്കണം. ഡിഫറെന്റ് ഫാമിലീസ് തമ്മിൽ ഡിഫറൻസസും സെയിം ഫാമിലിയിൽ സിമിലാരിറ്റീസും നിങ്ങൾക്ക് കാണാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെന്താ പറയാ, പിന്നെ ഞാൻ പറഞ്ഞ ഈ ഏതൊക്കെ ഫാമിലി അതിൽ കൊടുത്തിരിക്കുന്ന ആ പോയിന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഫെലിഡയും കാനിഡയും എന്ന് പറയുന്നത് ശരിക്കും ഈ നമ്മളെ കാറ്റും ഡോഗും വരുന്ന ഫാമിലീസ് ആണ്. അതിൽ ഒരുപാട് ഡിഫറൻസസും നിങ്ങൾക്ക് കാണാന്നുള്ളതാണ് പറയുന്നത്. സോ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ഓർഡറുകളാണ്. യു ഹാവ് സീൻ ഏർലിയർ ദാറ്റ് കാറ്റഗറീസ് ലൈക്ക് സ്പീഷ്യസ്, ജീനസ്, ഫാമിലി ആർ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സിമിലർ ക്യാരക്ടേഴ്സ്. Generally, order and other higher taxonomies are identified based on the aggregates of characters. Order being higher category. മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓർഡർ ഒരു ഹയർ കാറ്റഗറി ആണ്. Is assemblage of families. ഫാമിലീസിന്റെ അസംബ്ലേജ് ആണ് വരുന്നത്. വിച്ച് എക്സിബിറ്റ് ഫ്യൂ സിമിലർ ക്യാരക്ടർ. ഇവിടെയൊക്കെ സിമിലർ ക്യാരക്ടേഴ്സ് ഓരോ ഹയർ ഓർഡേഴ്സ് വരുമ്പോൾ, അല്ല മീൻസ് ഓരോ ഹയർ കാറ്റഗറീസ് വരുമ്പോഴും കുറഞ്ഞു വരിക എന്നുള്ളതാണ് വീണ്ടും ഇവിടെ കാണിക്കുന്നത്. ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ്. The similar characters are less in number as compared to different genera included in families. അതാണ് പറഞ്ഞത്. സെയിം തിങ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് പ്ലാന്റ് ഫാമിലീസ് ലൈക്ക് Convolvulaceae, Solanaceae are included in the order Polymoniales based on floral characters. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതായത് ഈ Convolvulaceae എന്നുള്ള ഫാമിലിയും അതൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മോർഫോളജി ഓഫ് പ്ലാന്റ്സിൽ കുറേ പ്ലാന്റ് ഫാമിലീസിനെ കുറിച്ചിട്ടും ഫ്ലോറൽ ഡയഗ്രത്തെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. സോ ഈ Convolvulaceae എന്നുള്ള ഈ ഒരു ഫാമിലി, Solanaceae എന്നുള്ള ഫാമിലി ഒക്കെ ഇസ് കമ്മിങ് അണ്ടർ വിച്ച് ഓർഡർ? പോളിമോണിയൽസ്. കറക്റ്റ് അല്ലേ? സോ മെയിൻലി ബേസ്ഡ് ഓൺ ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. അത് എന്തിന്റെ ബേസിലാണ്? ഫ്ലോറൽ ക്യാരക്ടേഴ്സിന്റെ ബേസിലാണ്. ഇവിടെ വരുമ്പോൾ വെജിറ്റേറ്റീവ് ആൻഡ് അതിന്റെ റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സിന്റെ ബേസിലാന്നുള്ള പോയിന്റ് ഫാമിലിയിലും, ഇവിടെ വരുമ്പോൾ അത് ഫ്ലോറൽ ക്യാരക്ടേഴ്സിന്റെ ബേസിലാന്നുള്ളതാണ് അതിലെ ഗോൾഡൻ പോയിന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ദ ആനിമൽ ഓർഡർ കാർണിവോറ വിച്ച് ഇൻക്ലൂഡ് ഫാമിലീസ് ലൈക്ക് ഫെലിഡേ ആൻഡ് കാനിഡേ. ഫെലിഡേ കാനിഡേ എന്നുള്ള ഫാമിലീസ് ഒക്കെ വരുന്നത് ഇസ് കമ്മിങ് അണ്ടർ കാർണിവോറ എന്നുള്ള ഒരു ഓർഡറിലാണ്. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് നമുക്ക് കിടക്കാം. ദാറ്റ് മീൻസ് ക്ലാസ്. ദിസ് കാറ്റഗറി ഇൻക്ലൂഡ്സ് റിലേറ്റഡ് ഓർഡേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഓർഡർ പ്രൈമേറ്റ comprising the monkey, gorilla, gibbon is placed in the class Mammalia along with the order Carnivora includes animals like a tiger, cat and dog. അതായത് Carnivora എന്ന് പറഞ്ഞ ഓർഡറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? നമ്മുടെ ടൈഗർ, കാറ്റ്, ഡോഗ്, ഇവരൊക്കെ കാർണിവോഴ്സ് ആണ്. കാർണിവോറ എന്നുള്ള ഓർഡറിലാണ്. അതുപോലെ തന്നെ ഓർഡർ പ്രൈമേറ്റിൽ വരുന്ന മങ്കി, ഗോറില്ല, ഗിബൺ ഇവരെല്ലാം വരുന്ന ഇതിലാണ്. ഏത് ക്ലാസ്സിലാണ് വരുന്നത്? ക്ലാസ് മമേലിയയിലാണ് വരുന്നത്. ഓക്കെ, അതായത് ഈ പ്രൈമേറ്റ എന്ന് പറഞ്ഞ ഓർഡറും അതുപോലെ തന്നെ കാർണിവോറ എന്ന് പറഞ്ഞ ഈ ഓർഡറും ഇറ്റ്സ് കമ്മിങ് അണ്ടർ വിച്ച് ക്ലാസ്? ക്ലാസ് മമേലിയ. ഓക്കെ, ക്ലാസ് മമേലിയ കഴിഞ്ഞു. സോ നെക്സ്റ്റ് അടുത്തത് പറയുന്നത് ഫൈലമാണ്. Classes comprising animals like fishes, amphibia, reptiles, birds along with the mammals constitute next higher category is called phylum. അങ്ങനെ അടുത്ത ഒരു ക്ലാസ് ചേർന്നിട്ട് അനിമൽസിന്റെ കേസിൽ വരുന്നതാണ് ഫൈലം എന്ന് പറയുന്നത്. All these based on common features like presence of notochord and dorsal hollow neural system and are included in phylum Chordata. അത് നമ്മൾ അനിമൽ കിങ്ഡത്തിൽ കൃത്യമായിട്ട് എന്തൊക്കെയാണ് കോഡേറ്റ്സിൽ വരുന്നതിന്റെ ഫീച്ചേഴ്സ് എന്താന്നുള്ളത് പ്രത്യേകമായിട്ട് അവിടെ പറയുന്നുണ്ട്. എനിവേ ഇവിടെ പറയുന്ന ഈ പോയിന്റ്സ് കൂടി നമ്മൾ നോക്കുക. ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ്, ക്ലാസസ് വിത്ത് സിമിലർ ക്യാരക്ടേഴ്സ് ആർ അസൈൻ ടു ബി ഹയർ കാറ്റഗറീസ് കോൾഡ് ഡിവിഷൻ. അത് പ്ലാന്റ്സിന്റെ കേസിലാകുമ്പോൾ ഡിവിഷൻ ആവുന്നു. നേരത്തെ പറഞ്ഞ ആ ഒരു ടാക്സോണമിക് കാറ്റഗറീസിന്റെ ഒരു ഹൈറാർക്കിൽ അറേഞ്ച്മെന്റ് ആണ് എന്റെ അസെൻഡിങ് ഓർഡർ. ഞാൻ പറഞ്ഞ അതേ കോഡ് പറ്റുമെങ്കിൽ ഓർക്കുക, അല്ലെങ്കിൽ യൂസിങ് അനദർ കോഡ് നിങ്ങൾക്ക് അത് വൃത്തിയായി പഠിക്കാം. ഇത് അസെൻഡിങ് ഓർഡർ ആണെന്ന് മനസ്സിലാക്കുക. ഡിസെൻഡിങ് ഓർഡറിലും ചിലപ്പോൾ ചോദിക്കുക, അപ്പോൾ തിരിച്ചെഴുതണം, മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾക്ക് നെക്സ്റ്റ് ഒരു സെക്ഷൻ മീൻസ് കിങ്ഡം ആണ്. കിങ്ഡം എന്നുള്ള ഒരു പോയിന്റോട് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ കിങ്ഡം. All the animals belongs to various phyla are assigned to the highest category kingdom, Animalia, in the classification system of animals. The kingdom plant, അപ്പോൾ നിങ്ങൾക്കറിയാം ഫൈലംസ് ജോയിൻ ചെയ്തിട്ട് ആനിമൽ കിങ്ഡം ആയി ഫോം ചെയ്യുന്നു. The kingdom plant
On the other hand, is distinct and comprise the all plants from various divisions. Divisions ഒക്കെ ചേർന്നിട്ട് എന്താവുന്നു നമ്മുടെ plants kingdom, plant kingdom ആവുന്നു, kingdom plant. Henceforth, we will refer to these two groups of animal and plant kingdom. The taxonomic categories from species to kingdom have been shown ascending order, starting with the ഈ ഫിഗറിൽ നിന്ന് കാണിക്കുന്നു എന്ന് പറയുന്നു. And these are broad category. However, taxonomists have also developed subcategories in this hierarchy to facilitate more sound and scientific placement to various taxa. ഇതിന്റെയൊക്കെ ഒരു സബ് കാറ്റഗറീസും നമ്മുടെ ടാക്സോണമിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ലുക്ക് അറ്റ് ദ ഹൈറാർക്കി ഇൻ ഫിഗർ 1.1. ഇത് കാണാതെ നോക്കണം, പഠിക്കണം. ആൻഡ് NCERT ടെക്സ്റ്റിലെ ഈച്ച് ആൻഡ് എവറി ടേബിൾ, ഇങ്ങനത്തെ ഡയഗ്രാംസ്, പിക്ചേഴ്സ്, എവറിത്തിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോ കഴിഞ്ഞ നീറ്റ് 2024 നീറ്റിൽ അതിൽ വീണ്ടും ഫിഗേഴ്സ് വന്നുകൊണ്ട് നമുക്ക് ഇനിയും ചാൻസ് കൂടുതലാണ്. സോ ഇനി അപ്കമിങ് നീറ്റ്സിന് അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും എല്ലാ ഫിഗേഴ്സും എല്ലാ കോളംസും ടേബിൾസും എല്ലാം ശ്രദ്ധിക്കണം. സോ സേ ഫോർ എക്സാമ്പിൾ, ആസ് വി ഗോ ഹയർ ഫ്രം സ്പീഷ്യസ് ടു കിങ്ഡം, the number and common characteristics goes on decreasing. ഹയർ കിങ്ഡത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഹയർ കാറ്റഗറീസിലേക്ക് വരുമ്പോൾ കോമൺ ഫീച്ചേഴ്സ് കുറയുന്നുണ്ട്. ആൻഡ് നമ്പർ ഓഫ് കോമൺ ക്യാരക്ടേഴ്സ് ഗോസ് ഓൺ ഡിക്രീസിങ്. ആൻഡ് ഹയർ സ്പീഷ്യസ് ടു കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ നമ്പർ ഓഫ് കോമൺ ക്യാരക്ടേഴ്സ് ഗോസ് ഓൺ ഡിക്രീസിങ്. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്പർ ഓഫ് കോമൺ ക്യാരക്ടേഴ്സ് ഗോസ് ഓൺ ഡിക്രീസിങ്. And lower the taxa, more characteristics that members within taxon share. അത് ചെറിയൊരു ടാക്സ് ആണെങ്കിൽ അത് സ്പീഷ്യസ്, അവിടെ മോർ ക്യാരക്ടേഴ്സ് വിത്തിൻ ദ ടാക്സോൺ ഷെയർ ആണ്. അത് കൂടുതൽ ക്യാരക്ടേഴ്സ് അവിടെ സിമിലാരിറ്റി ഉള്ളത്, അല്ലെങ്കിൽ അത് തമ്മിൽ അതായത് സ്പീഷ്യസും ജീനസും തമ്മിൽ ഷെയർ ചെയ്യുന്ന കോമൺ ക്യാരക്ടേഴ്സ് കൂടുതലാണെന്നാണ് അവിടെ പറയുന്നത്. മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻഡ് ഹയർ കാറ്റഗറി, ഗ്രേറ്റർ ഇസ് ദ ഡിഫിക്കൽട്ടി ടു ഡിറ്റർമിൻ ഇൻ ദ റിലേഷൻഷിപ്പ്. അതായത് ഇപ്പോൾ ഒരു ഹയർ, അതായത് നമ്മളിപ്പോ ഒരു ഫൈലം ആൻഡ് ഒരു കിങ്ഡവും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആസ് കമ്പയർഡ് ടു ഒരു സ്പീഷ്യസും ജീനസും. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദ റിലേഷൻ ടു അതർ ടാക്സ അറ്റ് ദ മീൻസ് ഹയർ ലെവൽസിൽ ആൻഡ് ടു അതർ ടാക്സ അറ്റ് ദ സെയിം ലെവൽ. ഹെൻസ് ദ പ്രോബ്ലം ഓഫ് ക്ലാസിഫിക്കേഷൻ ബിക്കം മോർ കോംപ്ലക്സ്. ആൻഡ് ഇവിടെ വേറെ ഒരു കോളം, ഒരു ടേബിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഹോമോസാപ്പിയൻസ്, മാനിന്റെ, അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ഫ്ലൈയുടെ, ഈച്ചയുടെ, ആൻഡ് മാംഗോ ആൻഡ് വീറ്റ്, ഇതിന്റെ ബയോളജിക്കൽ നെയിം, അതിന്റെ ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം. ഇത് മസ്റ്റ് നിങ്ങളത് കാണാതെ ബൈഹേർട്ട് ചെയ്യേണ്ട കാര്യമാണ്. സോ എനിവേ ഞാൻ ഒന്ന് വായിക്കാം. മാൻ, കോമൺ നെയിം മാൻ ആണ്. ഹോമോസാപ്പിയൻസ് എല്ലാവർക്കും അറിയാം. അതിന്റെ സ്പീഷ്യസ് എന്താ? സ്പീഷ്യസ് എന്നുള്ള വേണമെങ്കിൽ നിങ്ങൾ സാപ്പിയൻസ് കൊടുത്തേക്ക്. പിന്നെ നമ്മുടെ ജീനസിൽ അത് ഹോമോ കൊടുക്കുക. അത് കമ്മിങ് അണ്ടർ വിച്ച് ഫാമിലി? ഹോമിനിഡെ. ഓർഡർ ഇസ് പ്രൈമേറ്റ ആൻഡ് ക്ലാസ് ഇസ് മമേലിയ ആൻഡ് ഫൈലം ഓർ ഡിവിഷൻ ഇസ് കോഡേറ്റ ആൻഡ് കിങ്ഡം ഇസ് ആനിമൽ കിങ്ഡം. സോ നെക്സ്റ്റ് തിങ് ഇസ് ഹൗസ് ഫ്ലൈ ആണ്. മസ്ക ഡൊമസ്റ്റിക്ക ആണ്. മസ്ക ഡൊമസ്റ്റിക്ക, അതില് ഡൊമസ്റ്റിക്ക ഈ ഒരു സെക്ഷനാണ് അതിന്റെ സ്പീഷ്യസ് ആയി വരുന്നത്. മസ്ക എന്നുള്ളതാണ് അതിന്റെ ജീനസ്. സിഡേ എന്നുള്ളതാണ് അതിന്റെ ഫാമിലി. ഡെപ്റ്റീറ എന്നുള്ളതാണ് ഓൾമോസ്റ്റ് അതിന്റെ ഓർഡർ വരുന്നത്. ഇൻസെക്റ്റ് ആണ് അതിന്റെ ക്ലാസ് പറയുന്നത്. പിന്നെ ആർത്രോപോഡെ ആണ് അതിന്റെ ഫൈലം വരുന്നത്. നമ്മുടെ അനിമൽ കിങ്ഡം ആണ് അതിന്റെ കിങ്ഡം വരുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് മാംഗോ ആണ്. മാഞ്ചിഫറ ഇൻഡിക്ക ആണ്. മാഞ്ചിഫറ എന്നുള്ളതാണ് ജീനസ് വരുന്നത്. ഫാമിലി അനാകാർഡിയേസ് ആണ്. ആൻഡ് ഓർഡർ ഇസ് സ്റ്റാപ്പിൻഡേൽസ് ആണ്. ഡൈക്കോട്ടിലിഡോണെ ആണ് അതിന്റെ ക്ലാസ് വരുന്നത്. ആൻഡ് ഫൈലം മീൻസ് അതിന്റെ ഡിവിഷൻ വരുന്നത് ആൻജിയോസ്പേം ആണ്. ആൻഡ് പ്ലാന്റ് കിങ്ഡത്തിലാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ വീറ്റ്, നമ്മുടെ ഗോതമ്പ്. ട്രിറ്റിക്കം ആസ്റ്റിവ ആണ് വരുന്നത് അതിന്റെ ബയോളജിക്കൽ നെയിം വരുന്നത്. പിന്നെ ട്രിറ്റിക്കം ആണ് അതിന്റെ ജീനസ് വരുന്നത്. ഫാമിലി ഈസ് പൊയേസിയെ ആൻഡ് പോൾസ് എന്നുള്ളതാണ് അതിന്റെ ഓർഡർ വരുന്നത്. മോണോകോട്ടിലിഡോണിയാണ് അതിന്റെ ക്ലാസ് വരുന്നത്. ആൻജിയോസ്പേം ആണ് അതിന്റെ ഡിവിഷൻ വരുന്നത്. ആൻഡ് ഇസ് കമ്മിങ് ആൻഡ് പ്ലാന്റ് കിങ്ഡം. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മള് ഷാൽ ബി മൂവ് ടു ദി സമ്മറി. നമ്മൾ ഒരു സബ്ജക്ട്സിന്റെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതിന്റെ സമ്മറി നിങ്ങൾ വായിക്കണം. അതിൽ പോയിന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷെ പലപ്പോഴും ഭയങ്കര കോൺട്രവേഴ്സിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് സമ്മറികളിൽ നിന്നാണ്. സോ സമ്മറി എന്തായാലും വായിക്കേണ്ട കാര്യമാണ്. സമ്മറിയില് ദ ലിവിംഗ് വേൾഡ് ഈസ് റിച്ച് ഇൻ വെറൈറ്റി. സെയിം തിങ് നമ്മൾ പറഞ്ഞതായിരുന്നു ഇൻട്രൊഡക്ഷനിൽ.
Millions of plants and animals have been identified and described, but a large number of still remains unknown. അധികം എന്താ അറിയപ്പെടാതെ നിൽക്കുന്നുണ്ട്. The very range of organism in terms of size, color, habitat, and physiological and morphological features make us to seek the defining characteristics of living organism in order to facilitate the study of kinds and diversity of organisms. Biologists have evolved certain rules and principles for identification. നമുക്കറിയാം ഐഡന്റിഫിക്കേഷൻ വേണ്ടി കുറെ റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. Nomenclature and classification of organism. The branch of knowledge of dealing with these aspects referred to as taxonomy. And taxonomic studies of various species of plants and animals are useful in. ഇത് ഏതൊക്കെ ഫീൽഡിലാണ് യൂസ്ഫുൾ ആവുന്ന ടാക്സോണമിക് സ്റ്റഡീസിന്റെ ഈ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഇൻഡസ്ട്രി ആൻഡ് ഇൻ ജനറൽ ഫോർ നോയിങ് ബയോ റിസോഴ്സസ് ആൻഡ് ദെയർ ഡൈവേഴ്സിറ്റി. ഓക്കെ, ഇവിടെയൊക്കെയാണ് അത് യൂസ്ഫുൾ ആവുന്നത്. ആൻഡ് ദ ബേസിക് ഓഫ് ടാക്സോണമി ലൈക്ക് ഐഡന്റിഫിക്കേഷൻ, നെയിമിംഗ്, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ആർ യൂണിവേഴ്സലി ഇവോൾവ്ഡ് അണ്ടർ ഇന്റർനാഷണൽ കോഡ്സ്. നമ്മൾ പറഞ്ഞല്ലോ ICBN, ICZN ഒക്കെ, അതൊക്കെ മറക്കാതെ പഠിക്കുക. Based on the resemblance and distinct differences, each organism is identified and assigned a correct scientific and biological name comprising 2 words as per binomial system of nomenclature by Linnaeus. നമുക്കറിയാലോ. An organism represents or occupies a place or position in the system of classification. There are many categories and ranks. എന്താ പറയാ, ടാക്സ എന്നല്ലേ പറയാ. ഓക്കെ ആൻഡ് ജനറലി റെഫർ ടു ആസ് ടാക്സോണമിക് കാറ്റഗറി ഓർ ടാക്സ. ദെൻ ഓൾ ദ കാറ്റഗറീസ് കൺസ്റ്റിറ്റ്യൂട്ട് ടാക്സോണമിക് ഹൈറാർക്കി. പറഞ്ഞ കാര്യങ്ങൾ തന്നെയുള്ളൂ, കൂടുതൽ എക്സ്ട്രാ പോയിന്റ്സ് അവിടെ വരുന്നില്ല. സോ പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ്, ഇനി നെക്സ്റ്റ് ഈ ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. വൺസ് മോർ നിങ്ങൾ ഒന്ന് വായിക്കുക കൂടെ ചെയ്താൽ നമ്മളെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം. അങ്ങനെ 360 ഔട്ട് ഓഫ് 360 എന്നുള്ളത് നമ്മുടെ നീറ്റിൽ നമ്മളെ എയിമിലോട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് എത്താം. ഓക്കെ, ടിൽ ദെൻ ബൈ.